പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ അഖണ്ഡ ആരാധനയുടെ ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാന നിത്യതയുടെ വിത്തും വേരുമായി നിക്ഷേപിക്കപ്പെടുന്നു എന്നതിനെ കുറിച്ചാണ്. നിത്യജീവിതത്തിലേക്ക് കടന്നു നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. വിശുദ്ധ കുർബാനയിൽ വിശ്വസിച്ചുകൊണ്ടും വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ടും എങ്ങനെ നിത്യതയിലേക്ക് കടന്നു നിൽക്കുവാൻ നമുക്ക് കഴിയും എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ഒന്നാമത്തെ കൊറിന്തോസ് ലേഖനത്തിന്റെ 15-ാമത്തെ അധ്യായം 40-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നമുക്കൊരു ശരീരം ഉണ്ടെങ്കിൽ നിത്യതയിൽ നമുക്കൊരു ശരീരം ഉണ്ടാകും. ആ നിത്യതയുടെ ശരീരത്തിലേക്ക് നമ്മൾ ഉയർക്കുമ്പോൾ അല്ലെങ്കിൽ രൂപാന്തരം സംഭവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ രൂപാന്തരീകരണവും ക്രിസ്തുവിന്റെ ഉദ്ധാനാനന്തരമുള്ള ശരീരം അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആ പ്രവേശനം നമുക്ക് ഇന്നേ സാധ്യമാണ് എന്നാണ് ദിവ്യകാരുണ്യം നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ഉദ്ധിതനായ ക്രിസ്തുവാണ് വിശുദ്ധ കുർബാനയിലുള്ളത്. ദിവ്യകാരുണ്യ സാന്നിധ്യം എന്ന് പറയുന്നത് സ്വർഗീയമായ അവന്റെ ശരീരത്തിന്റെ സാന്നിധ്യമാണ്. തിരുശരീരവും തിരുരക്തവുമായി നമ്മൾ അവനെ സ്വീകരിക്കുന്നത് സ്വർഗീയ ശരീരമാണ്. രൂപാന്തരപ്പെട്ട ശരീരം അല്ലെങ്കിൽ മഹത്വീകരിക്കപ്പെട്ട ശരീരം, ഉദ്ധിതമായ ശരീരമാണ് നമ്മൾ സ്വീകരിക്കുന്നത് വിശുദ്ധ കൂദാശയിൽ. അപ്പോൾ ഈ വിശുദ്ധ കൂദാശയോട് ഒന്നു ചേരുന്ന നമുക്കെല്ലാവർക്കും ദിവ്യകാരുണ്യം എന്ന മാധ്യമത്തിലൂടെ അല്ലെങ്കിൽ ദിവ്യകാരുണ്യത്തിലൂടെ സ്വർഗീയ ശരീരത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടാനുള്ള സാധ്യതയുടെ വാതിൽ തുറന്നിടുകയാണ്. ദിവ്യകാരുണ്യം അങ്ങനെയാണ് നിത്യതയുടെ വിത്തും വേരുമായി മാറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മരണാസന്നരായ ആളുകൾക്ക് വിശുദ്ധ കുർബാനയുടെ കൂദാശ നൽകുന്നത്. അത് തിരുപ്പാഥേയമാണ്. ദിവ്യകാരുണ്യം എന്ന തിരുപ്പാഥേയം സ്വീകരിച്ചുകൊണ്ട് സ്വർഗീയ യാത്ര നടത്തുവാൻ നമുക്കും കൃപ തരണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല. ആരാധിച്ചിടാം, താണവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണവണങ്ങിടാം, ആശ്രയിച്ചിടാം